ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളിൽ തിക്കും തിരക്കുമാണ്. സമരത്തിന് ശേഷം 2 മലയാള ചിത്രങ്ങളാണ് തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയിരിക്കുന്നത്. പുലിമുരുകൻ എന്ന വമ്പൻ വിജയത്തിന് ശേഷം മോഹൻലാൽ നായകനായ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ മെഗാസ്റ്റാറിന്റെ മകനും യുവാക്കളുടെ ഹരമായ ദുൽഖറിന്റെ ജോമോന്റെ സുവിശേഷങ്ങളും ഈ വർഷം ആദ്യം തിയേറ്ററുകളിൽ എത്തിയ ചിത്രമാണ് ജോമോന്റെ സുവിശേഷങ്ങൾ. ജനുവരി 19 ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തി. ജനുവരി 20 മോഹൻലാൽ ജിബു ജേക്കബ് കൂട്ടുകെട്ടിലെ മുന്തിരിവള്ളികളും എത്തി. ഏറ്റവും മികച്ച പ്രതികരണങ്ങൾ തന്നെയാണ് ചിത്രങ്ങൾക്ക് ലഭിക്കുന്നത്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ പുറത്തുവിട്ടിരിക്കുന്നു. സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രമാണ് ജോമോന്റെ സുവിശേഷങ്ങൾ. ഇത് ആദ്യമായാണ് ദുൽഖർ സൽമാൻ സത്യൻ അന്തിക്കാടിന്റെ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. മുകേഷ്, ഇന്നസെന്റ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ദുൽഖർ ആദ്യമായി സീനിയർ നടന്മാരുടെ കൂടെ അഭിനയിക്കുന്നുവെന്ന പ്രത്യേകത കൂടി ചിത്രത്തിനുണ്ട്. ഇക്ബാൽ കുറ്റിപ്പുറമാണ് ജോമോന്റെ തിരക്കഥ എഴുതിയത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിന് ശേഷം സത്യൻ അന്തിക്കാടും ഇക്ബാൽ കുറ്റിപ്പുറവും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. പ്രേമം ഫെയിം അനുപമ പരമേശ്വരനാണ് ചിത്രത്തിൽ നായിക വേഷം അവതരിപ്പിച്ചത്. റിലീസ് ചെയ്ത ആദ്യ ദിവസം 2.71 കോടിയാണ് ജോമോന്റെ സുവിശേഷങ്ങൾ ആദ്യ ദിവസം ബോക്സ് ഓഫീസിൽ നേടിയത്. ജനുവരി 19 ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയത്. കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിന് ശേഷം ദുൽഖർ നായകനാകുന്ന ചിത്രം കൂടിയാണിത്. പുലിമുരുകൻ എന്ന ചരിത്ര വിജയത്തിന് ശേഷം തിയേറ്ററുകളിൽ എത്തിയ മോഹൻലാൽ ചിത്രമാണ് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. ജിബു ജേക്കബ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ മീനയാണ് നായിക. മികച്ച കുടുംബ ചിത്രം എന്ന പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. 3.9 കോടിയാണ് ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ. 2.58 കോടി നെറ്റ് കളക്ഷനിലൂടെയും 1.46 കോടി ഷെയറിലൂടെയും ചിത്രം സ്വന്തമാക്കി. ഇതോടെ ബ്രഹ്മാണ്ഡ ചിത്രം പുലിമുരുകന്റെ ഇനീഷ്യൽ കളക്ഷനാണ് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ ബോക്സ് ഓഫീസിൽ നേടിയത്. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.